ഇന്ന് ഭാരതത്തിന്റെ മുൻ രാഷ്ട്രപതിയും മിസൈൽ മാനുമായ ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ 94-ാം ജന്മദിനം. തമിഴ്നാട്ടിലെ രാമേശ്വരത്ത് ഒരു സാധാരണ മുസ്ലിം കുടുംബത്തിൽ 1931 ഒക്ടോബർ 15-ന് ജൈനുലാബ്ദീന്റെയും ആയിഷാമ്മയുടെയും ഇളയ പുത്രനായി ജനനം. രാമനാഥപുരത്തെ ഷെവാർട്ട് സ്കൂളിലായിരുന്നു കലാമിന്റെ പ്രാഥമിക വിദ്യാഭ്യാസം. ഗണിതമായിരുന്നു അദ്ദേഹത്തിന്റെ ഇഷ്ടവിഷയം. രാമേശ്വരത്തെ പത്രവിതരണക്കാരനായ ഷംസുദ്ദീൻ എന്ന ബന്ധുവിന് രാമേശ്വരത്ത് നിർത്താത്ത ട്രെയിനിൽ നിന്ന് വലിച്ചെറിയുന്ന ദിനപത്രക്കെട്ടുകൾ എടുത്തുകൊടുക്കുന്നതിൽ സഹായിച്ചിരുന്നു. ഇതിന് പ്രതിഫലമായി ചെറിയൊരു തുക അബ്ദുൽ കലാമിന് കിട്ടുമായിരുന്നു. ഇതാണ് തന്റെ ആദ്യത്തെ വേതനമെന്ന് അദ്ദേഹം തന്റെ അഗ്നിച്ചിറകുകൾ എന്ന ആത്മകഥയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പൈലറ്റാവാനായിരുന്നു അബ്ദുൽ കലാമിന്റെ ആഗ്രഹം. എന്നാൽ വ്യോമസേനയുടെ പൈലറ്റ് പരീക്ഷയിൽ അദ്ദേഹം പരാജയപ്പെട്ടു. 1960-ൽ ബിരുദം നേടിയ ശേഷം ഡോക്ടർ കലാം ഡയറക്ടറേറ്റ് ഓഫ് ടെക്നിക്കൽ ഡെവലപ്മെന്റ് ആൻഡ് പ്രൊഡക്ഷൻ എന്ന സ്ഥാപനത്തിൽ ശാസ്ത്രജ്ഞനായാണ് ഔദ്യോഗിക ജീവിതം ആരംഭിച്ചത്. ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിലുള്ളതായിരുന്നു ഈ സ്ഥാപനം. ഇന്ത്യയ്ക്കു വേണ്ടി ഒരു സൂപ്പർസോണിക് ടാർജറ്റ് എയർക്രാഫ്റ്റ് നിർമ്മിക്കുക എന്നതായിരുന്നു ഒരു ശാസ്ത്രജ്ഞൻ എന്ന നിലയിൽ കലാമിന്റെ ആദ്യ ദൗത്യം. ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ചിന്റെ ഡയറക്ടറായിരുന്ന പ്രൊഫസർ AGK മേനോനാണ് കലാമിലെ റോക്കറ്റ് എഞ്ചിനീയറെ കണ്ടെത്തിയത്. 1980 ജൂലൈ 17-ന് രോഹിണി എന്ന കൃത്രിമോപഗ്രഹത്തെ അദ്ദേഹം വിജയകരമായി ഭ്രമണപഥത്തിലെത്തിച്ചു. ഇത് അദ്ദേഹത്തെ ആഗോള പ്രശസ്തനാക്കി. ഹൈദരാബാദിലെ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷന്റെ തലവനായി കലാം 1982-ൽ ചുമതലയേറ്റു. ഇന്ത്യയിലെ മിസൈൽ സാങ്കേതിക വിദ്യയിലെ വഴിത്തിരിവാകുകയായിരുന്നു ഇത്. ഇന്ത്യ ബാലിസ്റ്റിക് മിസൈൽ നിർമ്മാണത്തിന് തുടക്കമിടുകയും അഗ്നി, പൃഥ്വി എന്നീ മിസൈലുകൾ പിറവിയെടുക്കുകയും ചെയ്തു. അർപ്പണ മനോഭാവവും നേതൃത്വ പാടവവും അബ്ദുൽ കലാമിനെ മുഖ്യ ശാസ്ത്ര ഉപദേഷ്ടാവ് എന്ന പദവിയിലെത്തിച്ചു. കൂടാതെ പ്രതിരോധ ഗവേഷണ വികസന കേന്ദ്രത്തിന്റെ സെക്രട്ടറി എന്ന പദവിയിലും അദ്ദേഹം നിയമിതനായി. AB വാജ്പേയി പ്രധാനമന്ത്രിയായിരുന്നപ്പോഴാണ് ഇന്ത്യയുടെ 2ാം അണ്വായുധ പരീക്ഷണം പൊഖ്രാനിൽ നടന്നത്. കലാമിന്റെയും ആറ്റോമിക് എനർജി കമ്മീഷൻ ചെയർമാനായിരുന്ന ഡോക്ടർ R ചിദംബരത്തിന്റെയും മേൽനോട്ടത്തിലായിരുന്നു ഇത്. ബുദ്ധൻ ചിരിക്കുന്നു എന്നാണ് ഈ പരീക്ഷണത്തിന് പേര് നൽകിയിരുന്നത്. KR നാരായണന് ശേഷം ഇന്ത്യയുടെ 11ാമത്തെ രാഷ്ട്രപതിയായി ഡോക്ടർ APJ അബ്ദുൽ കലാം 2002 ജൂൺ 10-ന് അധികാരമേറ്റു. അന്നത്തെ ഭരണകക്ഷിയായിരുന്ന ഭാരതീയ ജനതാ പാർട്ടി അദ്ദേഹത്തിന്റെ പേര് പ്രഖ്യാപിച്ചപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും അദ്ദേഹത്തിന് ഒരുപോലെ പിന്തുണ നൽകി. രാഷ്ട്രപതിയായിരുന്നപ്പോഴും ലളിത ജീവിതമാണ് അദ്ദേഹം നയിച്ചിരുന്നത്. രാഷ്ട്രപതിക്ക് നിയമം മൂലം അനുവദിച്ചു കിട്ടിയിരുന്ന പല ആനുകൂല്യങ്ങളും സൗജന്യങ്ങളും അദ്ദേഹം സ്വീകരിക്കാൻ തയ്യാറായിരുന്നില്ല. 30ഓളം സർവകലാശാലകളിൽ നിന്ന് അദ്ദേഹത്തിന് ഓണററി ഡോക്ടറേറ്റ് ലഭിച്ചിട്ടുണ്ട്. ഭാരത സർക്കാർ രാജ്യത്തെ പരമോന്നത സിവിലിയൻ ബഹുമതികളായ പത്മഭൂഷൺ 1981-ലും പത്മവിഭൂഷൺ 1990-ലും ഭാരതരത്നം 1997-ലും നൽകി ഡോക്ടർ APJ അബ്ദുൽ കലാമിനെ ആദരിച്ചു. ശാസ്ത്രജ്ഞനായിരുന്ന ആദ്യത്തെ ഇന്ത്യൻ രാഷ്ട്രപതി, രാഷ്ട്രപതി സ്ഥാനം അലങ്കരിച്ച ഏക അവിവാഹിതൻ, ഡോക്ടർ S രാധാകൃഷ്ണന് ശേഷം ഇന്ത്യയുടെ രാഷ്ട്രപതി പദവിയിലെത്തുന്ന രാഷ്ട്രീയക്കാരനല്ലാത്ത 2ാമത്തെ വ്യക്തി. അങ്ങനെ ഒട്ടേറെ പ്രത്യേകതകളുള്ള വികസിത രാഷ്ട്രത്തെ സ്വപ്നം കണ്ട ശാസ്ത്രജ്ഞൻ. അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുൻപിൽ ശതകോടി പ്രണാമം. ഇന്നലകൾ ഇന്ന് പവേർഡ് ബൈ ഹോട്ടൽ ചിത്ര, പ്യുവർ വെജിറ്റേറിയൻ, മാർത്താണ്ഡം, കന്യാകുമാരി, നാഗർകോവിൽ.